BLOമാരെ ഭീഷണിപ്പെടുത്തുന്ന സംഭവങ്ങൾ അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന് സുപ്രീം കോടതി. ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ BLOമാർ ഭീഷണി നേരിടുന്നുവെന്ന ആരോപണത്തിലാണ് സുപ്രീം കോടതിയുടെ നിർണായക ഇടപെടൽ. വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രദ്ധ വേണമെന്ന് പറഞ്ഞ കോടതി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നടപടികൾക്ക് സംസ്ഥാനങ്ങൾ സഹകരിക്കാതിരിക്കുക, BLOമാരുടെ പ്രവർത്തനങ്ങളിൽ തടസ്സം സൃഷ്ടിക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നേരിടുന്നുവെങ്കിൽ കോടതിയെ അറിയിക്കണമെന്നും ഇക്കാര്യത്തിൽ ആവശ്യമായ ഉത്തരവുകൾ നൽകാൻ കോടതി തയ്യാറാണെന്നും രണ്ടംഗ ബെഞ്ച് വ്യക്തമാക്കി. SIR നടപടികളിൽ സംസ്ഥാന സർക്കാരുകൾ സഹകരിക്കാതിരിക്കുകയോ BLOമാരുടെ പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുകയോ ചെയ്താൽ കോടതിയെ അറിയിക്കണം. വിഷയത്തിൽ ആവശ്യമായ ഉത്തരവുകൾ നൽകാൻ സുപ്രീം കോടതി തയ്യാറാണെന്ന് രണ്ടംഗ ബെഞ്ച് വ്യക്തമാക്കിയത്. അതേസമയം തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിക്കാത്ത സാഹചര്യത്തിൽ സംസ്ഥാന പോലീസിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാരപരിധിയിൽ കൊണ്ടുവരാൻ കഴിയുന്നതെങ്ങനെയാണെന്ന് കോടതി നിരീക്ഷിച്ചു. സ്ഥിതി വഷളായാൽ പോലീസിന്റെ നിയന്ത്രണം കമ്മീഷന് നൽകണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അഭിഭാഷകന്റെ ആവശ്യത്തോടെയായിരുന്നു കോടതിയുടെ ഈ പ്രതികരണം. കൂടാതെ BLOമാർക്ക് ജോലിഭാരമില്ലെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അഭിഭാഷകന്റെ വാദം സുപ്രീം കോടതി അംഗീകരിച്ചില്ല. ഇത് ഡെസ്ക് ജോലിയാണെന്നും നാട്ടിലിറങ്ങി ചെയ്യേണ്ട ജോലിയാണെന്നും കോടതി ഓർമ്മിപ്പിച്ചു. ജോലിഭാരം കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ നിയോഗിക്കാൻ സർക്കാരുകൾക്ക് നേരത്തെ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. പശ്ചിമ ബംഗാളിലെ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതുവരെ കമ്മീഷന്റെ ഡെപ്യൂട്ടേഷന് കീഴിൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കണമെന്നാവശ്യപ്പെട്ട് സന്നദ്ധാനി സംഗതി എന്ന സംഘടന സമർപ്പിച്ച ഹർജിയിൽ സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നോട്ടീസ് അയച്ചു. SIR പൂർത്തിയാക്കുന്നതുവരെ സംസ്ഥാനത്തെ കേന്ദ്ര സായുധ സേനയെ വിന്യസിക്കുന്നതിന് ബദൽ നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ പശ്ചിമ ബംഗാളിനും കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്.